പോക്കോയുടെ പോക്കോ M7 Pro 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് കൺഫേമും ആയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പോക്കോ M7 Pro 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. അമോലെഡ് ഡിസ്പ്ലേ ഇതിൽ വരും. പിന്നെ പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും വരിക, പഞ്ചോൾ വരിക, ടോപ്പ് സെൻറ്റർ ബാത്ത് ആയിട്ടായിരിക്കും. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 2100 നിറ്റ്സ് ആയിരിക്കും. പിന്നെ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിന്റെ വില 16,000 രൂപയ്ക്ക് താഴെയായിട്ട് വന്നേക്കാം. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ആ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ IP64 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്തേക്കാം. പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7025 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 16,000 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആവറേജ് ആയിട്ടുള്ള തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്ന് പറയാവുന്നതാണ്. 15,000 രൂപയ്ക്ക് താഴേക്ക് തരക്കേടില്ലാത്ത പ്രോസസ്സർ എന്നും പറയാം. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരും. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. 3.5 ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരും. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള HyperOS സോഫ്റ്റ്വെയർ ഇതിൽ വന്നേക്കാം. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വന്നേക്കാം. വോയിസിന്റെ സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 2 മെഗാ പിക്സൽ ഒരു സെൻസർ വരുന്നതായിരിക്കും. ചിലപ്പം ഇതിൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ടാവുന്നതായിരിക്കും. 8 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വന്നേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 2 മെഗാ പിക്സലിൽ തന്നെ ഒരു ഡെപ്ത് സെൻസറോ അല്ലെങ്കിൽ മാക്രോ ലെൻസോ ആയിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വന്നേക്കാം. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5110 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വന്നേക്കാം. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ December 17 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കുറച്ച് മുമ്പ് Redmi Note 14 5G എന്നുള്ള ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഫോണ് ആ ഒരു ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ Redmi Note 14 5G എന്ന സ്മാർട്ട് ഫോൺ December 9 ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം അതിന്റെ തന്നെ ഒരു പോക്കോ വെർഷൻ ആയിരിക്കും ഒരു പോക്കോ M7 Pro 5G എന്ന ഫോൺ. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് മാർക്കറ്റിൽ Redmi Note 14 5G എന്ന സ്മാർട്ട് ഫോൺ 14,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിൽ 15,000-16,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ ഫോണിന്റെ വില എത്തിയേക്കാം. 16,000 രൂപയ്ക്ക് താഴെ ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും പോക്കോയുടെ M7 Pro 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.